Music Dhamaka. Music Dhamaka. A different musical reality program on air. On air. 90.8 റേഡിയോ മീഡിയ വില്ലേജിന്റെ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ മ്യൂസിക് ധമാക്കയിലേക്ക്. മ്യൂസിക് ധമാക്കയുടെ ഒന്നാം ഘട്ട മത്സരമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ധമാക്കയുടെ അടുത്ത ഗായകനെ ഈ ശ്രവണവീഥിയിലേക്ക് ക്ഷണിക്കുകയാണ് യദു കൃഷ്ണൻ. യദു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ ലാബ് നടത്തുകയാണ് കറിയച്ചാൽ ലാബ് നടത്തുകയാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഈ സംഗീതത്തിന്റെ പരിപാടി അല്ലേ? അതെ. പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടാറുണ്ട്. ഓഡീഷൻ റൗണ്ട് കേട്ടായിരുന്നോ? ഓഡീഷൻ റൗണ്ട് കേൾക്കാൻ സാധിച്ചില്ല. കേട്ടവരൊക്കെ വിളിച്ച അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു? വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നല്ല അഭിപ്രായം പറഞ്ഞു അല്ലേ? അപ്പൊ ആ അഭിപ്രായം ഒരിക്കലും ഇനി കളയരുത്. ഇനി ഈ പാടാൻ പോകുന്ന പാട്ട് ഏതാ? ഇപ്പൊ ഞാൻ പാടുന്നത് ക്രോണിക് ബാച്ചലർ എന്ന സിനിമയിലെ സ്വയംവര ചന്ദ്രിക എന്ന ഗാനം. സ്വയംവര ചന്ദ്രിക അല്ലേ? അതെ. അപ്പൊ അത് നന്ന മനോഹരമായിട്ട് പാടുക. നമ്മൾ അന്ന് ഓഡീഷന് പാടിയതുപോലല്ല, ഇപ്പൊ ജഡ്ജസ് ഉണ്ട്, അവർ കേട്ട് അപ്പൊ തന്നെ അഭിപ്രായം പറയും. അപ്പം നന്നായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ? പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ? തെന്നലേ നെഞ്ചിൻ കിളിക്കൊഞ്ചലേ മെല്ലയൊന്നു ചെന്നു പറയാമോ? പാതിവിടരും കിനാവിൻ പരിഭവങ്ങൾ. ഏകാന്ത സന്ധ്യ വിടർന്നു സ്നേഹയമുനാ നദിക്കരയിൽ ഇന്നും അവൾ മാത്രം വന്നില്ല. വരുമെന്നു വെറുതെ തോന്നി ഈ വഴിയിലേറെ നിന്നു ഞാൻ, ഇന്നും അവൾ കാണാൻ വന്നില്ല. അവൾ കാറ്റായി മുളയായി ഞാൻ സ്വരനിശ്വാസമായൻ ഗാനം. ഒരു നക്ഷത്രമനമിന്നു മകലെ വിതുമ്പും നിതാ. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ? പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ? മുടിവാർന്നു കോതിയതില്ല, നിറമിഴിയിലഞ്ജനം മാഞ്ഞു, കൈവളകൾ പോലും മിണ്ടിയില്ല. കുയിൽ വന്നു പാടിയതെന്തേ, പ്രിയ സഖികളോതിയതെന്താണോ,
പൂമിഴികളെന്തേ തോർന്നീല അനുരാഗം പ്രിയരാഗം പെയ്തു തീരാതെ പോകുന്നു മോഹം കടലല പോലെ അലതല്ലി അലയുന്നിതൻ മാനസം കുഞ്ചും കളിത്തെന്നലേ നെഞ്ചിൻ കിളിക്കൊഞ്ചലേ മെല്ലെയൊന്നു ചെന്നു പറയാമോ പാതി വിടരും കിനാവിൻ സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ. അങ്ങനെ യദു കൃഷ്ണൻ സ്വയംവര ചന്ദ്രികയെ കൊണ്ടുവന്നിരിക്കുന്നു അല്ലേ? യദു, എങ്ങനെ ഉണ്ടായിരുന്നു പാടിയിട്ട്? കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു അല്ലേ? ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആധികാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. ലാലിച്ചൻ ജോസഫ് സാറും ഉണ്ട്, റാണി ടീച്ചറും ഉണ്ട്. അപ്പൊ നമുക്കിനി അവരുടെ അഭിപ്രായങ്ങൾ അറിയണ്ടേ? ശരി, ഓക്കെ. ആദ്യം നമുക്ക് ടീച്ചറിന്റെ അഭിപ്രായം തന്നെ അറിയാം. ടീച്ചർ, യദു കൃഷ്ണൻ ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് പാടുന്നതിന്റെ ഒരു. ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടോ? ക്ലാസിക്കൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു വർഷമായി. അപ്പൊ അത് വെച്ച് നോക്കുന്ന ഉടനെ നല്ല ജ്ഞാനമുള്ള കുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. അത് പാട്ട് കേട്ട് പഠിച്ചതിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഹൃദയരാഗദൂത്, ഹൃദയരാഗദൂതു പറയാമോ, ദൂത് അതുപോലെ ചെന്നു പറയാമോ, അതെല്ലാം പഠിച്ചതിനകത്തെ വ്യത്യാസം കൊണ്ടാ. അത് പാട്ട് റെക്കോർഡ് ചെയ്ത് അത് കേട്ട് നോക്കണം, അതിനകത്ത് വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ സ്റ്റാൻസ തീരുന്നത് ശ്രുതി അത് ലയിപ്പിച്ച് നിർത്തണം, ഇല്ലെന്നുണ്ടെങ്കിൽ ശ്രുതി വേറെ മാറി കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ലയിപ്പിക്കണം, ആ ശ്രുതിയിലേക്ക് ശബ്ദം ഒതുക്കി അങ്ങോട്ട് ചെന്ന് പാടണം. ഓരോ സ്റ്റാൻസയുടെയും തീരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് സ്റ്റാൻസ നന്നായിട്ട് പാടി, നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ടെൻഷൻ ഒന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റാൻസ ടെൻഷൻ കുറഞ്ഞായിരുന്നു. അപ്പൊ അത് കാരണം ആ രണ്ടാമത്തെ സ്റ്റാൻസ ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ടാണ് പാടിയേക്കുന്നത്. അപ്പൊ അതുപോലെ പാട്ട് എപ്പോഴും പാടുന്ന ഉടനെ അത് പാട്ടിന്റെ ആ ഒരു ഫീലിംഗ് ഉൾക്കൊണ്ടുകൊണ്ട് പാടാൻ ശ്രമിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. ഓരോരോ വരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വ്യത്യാസം പലയിടത്തും വ്യത്യാസം തോന്നുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഓൾറൗണ്ട് കുഴപ്പമില്ല, പാട്ട് കേൾക്കാൻ കുഴപ്പമില്ല. ഈ പറഞ്ഞത് പാട്ട് പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് സംഗതികൾ ഏതൊക്കെ ഏത് രീതിയിൽ പാടുന്നു എന്ന് കേട്ട് ശ്രദ്ധിച്ച് പാടി പഠിക്കണം. അതുകൊണ്ടാണ് രണ്ടിടത്ത് റെക്കോർഡിലുള്ള പോലല്ല ഇപ്പം യദു പാടിയേക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചതുപോലെ അടുത്ത ഇനിയും വരുന്ന റൗണ്ടിലും വേറെ പുതിയ പാട്ട് പഠിക്കുമ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. സാർ, യദുകൃഷ്ണൻ കറുകച്ചാലല്ലേ എന്ന് പറഞ്ഞ? ഞാൻ ലാബ് നടത്തുകയാണ്, ക്ലിനിക്കൽ ലബോറട്ടറി. അപ്പം ലാബും സംഗീതമായിട്ട് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല സാർ. കൊണ്ടുവന്ന് കുഴപ്പമില്ല. ഇല്ല. അപ്പൊ അവിടെ വരുന്നവർക്ക് എന്തെങ്കിലും ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ ഒക്കെ നോക്കാൻ വരുമ്പോഴത്തേക്ക് അതുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഒന്നുമില്ല അല്ലേ? മ്യൂസിക്കൽ തെറാപ്പി വല്ലതും ഉണ്ടോ ലാബില്? അങ്ങനെയൊന്നും തുടങ്ങുമെന്ന് നല്ലതായിരുന്നു. രാകേഷ് ഒന്ന് പോയി നോക്കുന്നോ? അല്ല സാർ, ഇപ്പോ നമ്മുടെ സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടല്ലോ ഓരോ ചികിത്സയ്ക്ക്. അതില് ചികിത്സാ രംഗത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത് സംഗീതത്തിന്റെ ചികിത്സയാണ്. തീർച്ചയായിട്ടും യദുവിന് അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അതെ, അപ്പൊ അതുകൂടെ സൈഡായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ഇപ്പം കൂണ് പോലെ അവിടെ ഇവിടെ എല്ലാം ഇപ്പൊ ഈ പ്രഷറും ഷുഗറും ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ട്, ലാബുണ്ട്. അതിലൂടെ നമ്മൾ വെറൈറ്റി ആയിട്ട് സംഗീതം കൂടെ അതിനകത്തോട് ചേർത്തിടാമെങ്കിൽ നന്നായിരിക്കും എനിക്കത്. അപ്പൊ അതൊക്കെയാണ്. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. പാട്ട് പാടി അല്ലേ? അപ്പൊ ഇത് പാട്ട് പാടിയത് ആരാണെന്ന്? പാട്ട് പാടിയത് ജയചന്ദ്രൻ സാറും സുജാതമാണ്. മലയാളത്തിന്റെ ഭാവഗായകനെന്ന് വിശേഷിപ്പിക്കുന്ന മഹാഗായകനാണ് ജയചന്ദ്രൻ സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏത് പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും മലയാള തനിമ, ഉച്ചാരണ ശുദ്ധി കൊണ്ട് മലയാളത്തിന്റെ തനിമ, അതിന്റെ ഭാവം, ഓരോ വേർഡും അല്ലെ ഓരോ വാക്കും പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാവം. എന്നെ സംബന്ധിച്ച് യദുകൃഷ്ണൻ പാടി, പക്ഷെ എങ്കിലും ഭാവം ജയചന്ദ്രൻ സാർ പാടുന്ന അതേ ഭാവത്തിൽ പാടാൻ ശ്രമിക്കണം.
അദ്ദേഹത്തെ പോലെ പാടാനായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ശൈലിയിൽ പോലെ നമുക്ക് ആ രീതിയിൽ കറക്റ്റ് ഭാവത്തിൽ ഓരോ വരികളും ടെൻഷനുണ്ട്, അത് നമുക്ക് പാടുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പക്ഷേ എങ്കിലും ഓരോ വരികളെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വരികളിലും മിസ്റ്റേക്സുകളുണ്ട്. അപ്പോൾ അത് മുമ്പ് ടീച്ചർ പറഞ്ഞതുപോലെ പാട്ട് കേട്ട് പഠിച്ചതിൻ്റെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ കേട്ട് പഠിക്കുമ്പോൾ കറക്റ്റ് സംഗതികൾ കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ താളം, രണ്ടാമത്തെ സ്വയംവര ചന്ദ്രിക കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ പാടുമ്പോഴത്തേക്ക് താളത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഓരോ വരികളും ലാൻഡിങ് പൊസിഷനിലൊക്കെ ശ്രുതി അങ്ങോട്ട് ചേർത്ത് പാടാനായിട്ട് ഒരു കഴിവിന്റെ കൊണ്ട് നമുക്ക് സംഗീതം നമ്മൾ പഠിച്ചെങ്കിലും മാത്രം സംഗീതം അധികാരമായിട്ട് പഠിച്ചെങ്കിലും നമുക്ക് ശ്രുതി ഏതൊക്കെ വേർഡിലാണ് എവിടെയൊക്കെയാണ് സംഗീതത്തിന്റെ ശ്രുതി കൊണ്ട് ലയിപ്പിച്ച് പാടാൻ പറ്റുന്ന നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റത്തുള്ളൂ. മൊത്തത്തിൽ ഒരു വർഷം പാടി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്നാലും അതിൻ്റെ ആ ഒരു പൂർണ്ണ രൂപം അതിൻ്റെ സത്യത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. ഇനി നല്ലവർക്ക് പ്രാക്ടീസ് ചെയ്യുക, സംഗീതം പഠിക്കുന്നുണ്ടല്ലോ ഉണ്ട്. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ മ്യൂസിക് തെറാപ്പിയും കൂടെ ചെയ്തുകൊള്ളുക. ഏതൊക്കെയാലും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു സാർ. താങ്ക് യു സാർ. അപ്പൊ യദു, അഭിപ്രായങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് അറിയാനുള്ളത് യദുവിന്റെ മാർക്കാണ്. ടോട്ടൽ മാർക്ക് 100-ലാണ്. രണ്ടുപേരും 50-ൽ ഇപ്പോൾ മാർക്ക് തരും. അത് നമുക്ക് ടീച്ചർ എത്ര മാർക്ക് ആണെന്നിരിക്കും നോക്കാം. ടീച്ചർ, യദുവിന് 50-ൽ 37 മാർക്ക്, വളരെ നല്ല മാർക്കാണ്. ഇനി നമുക്ക് സാറിന്റെ മാർക്ക് അറിയാം. സാർ, അപ്പോൾ ഞാനും യദുവിന് 35 ഔട്ട് ഓഫ് 50. 35 മാർക്ക്. അപ്പോൾ യദുവിന് മ്യൂസിക് ധമാക്കയുടെ ഒന്നാമത്തെ സെക്ഷനിൽ കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് ഇങ്ങനെയാണ്: 100-ൽ 72. സന്തോഷമായോ? അപ്പൊ മ്യൂസിക് തെറാപ്പിയുടെ കാര്യം ഒരു കാരണവശാലും വിട്ടുകളയണ്ട. അതിനുള്ള കാര്യങ്ങൾ ചിന്തിക്കുക കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു. 90.8 റേഡിയോ മീഡിയ വില്ലേജിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മ്യൂസിക് ധമാക്ക, എ ഡിഫറന്റ് മ്യൂസിക്കൽ റിയാലിറ്റി പ്രോഗ്രാം ഓൺ എയർ തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം. കേട്ടുകൊണ്ടേയിരിക്കൂ 90.8 റേഡിയോ മീഡിയ വില്ലേജ്. അറിയാം, പറയാം, ഇമ്പമോടെ കേൾക്കാം. Music Dhamaka, a different musical reality program on air.